ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അല്ല. ഓൾറെഡി നമ്മൾ ടെലഗ്രാമിനകത്ത് കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട്സ് എക്സ്പ്ലനേഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതൽ പേരും എക്സ്പ്ലനേഷൻ വേണമെന്ന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിലിരുന്ന നോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം നമുക്ക് ഇംഗ്ലീഷിൻ്റെ കുറേ എക്സ്പ്ലനേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണ്? ഓപ്ഷൻ സി ആനെന്ന് തോന്നും. അതെന്തുകൊണ്ടാണ്? യൂണിക്കോൺ വന്നുകൊണ്ട് ആനെന്ന് തോന്നും, പക്ഷേ അല്ല. ആൻസർ യൂണിക്കോൺ അല്ല. ഓപ്ഷൻ ബി എ ആണ്. എന്തുകൊണ്ടാണ് എ വരാനുള്ള കാരണം? ഇപ്പോൾ ദാ വരണമെങ്കിൽ, ഉദാഹരണം ദാ വരണമെങ്കിൽ ഒരു പ്രത്യേക ഏത് ടോയ് ആണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, ഇന്ന ടോയ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇന്ന ഏതെങ്കിലും ഒരു പ്രത്യേകത ടോയ് ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് അവിടെ എന്താ ദാ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന ടോയ് എന്ന് പറയാത്തതുകൊണ്ട് നമുക്കവിടെ ദാ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ടോയ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗുലർ നൗണാണ്. അവിടെ അപ്പം എന്ത് ചെയ്യണം? സിംഗിൾ നൗൺ ആയതിനാൽ അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുകയും വേണം. അപ്പോൾ അവിടെ ദാ ഉപയോഗിക്കാനായിട്ട് എന്താണ്? എ അല്ലെങ്കിൽ ആനാണ് ഉപയോഗിക്കേണ്ടത്. ആർട്ടിക്കിളിൽ എ അല്ലെങ്കിൽ ആനാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം നമ്മൾ യൂണിക്കോൺ എന്ന വാക്കിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നത് എന്താണ്? യാ എന്ന കൺസണൻറ്റ് സൗണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ യൂണിക്കോൺ പെട്ടെന്ന് എന്താണ് ആൻ ഉപയോഗിക്കും, പക്ഷെ അല്ല, അത് യാ എന്ന കൺസണൻറ്റ് സൗണ്ടാണ്. അന്നേരം ആൻസർ ഓപ്ഷൻ ബി എ വരികയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് സെൻറ്റൻസ്? വിച്ച് ഈസ് ദ കറക്റ്റ് സെൻറ്റൻസ്? ഇതിപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഐ ഡിഡ് നോട്ട് വാണ്ട് ഇറ്റ്. ഐ ഡിഡ് നോട്ട് വാണ്ട് ഇറ്റ്. ഓപ്ഷൻ ബി ഐ ഡു നോട്ട് വാണ്ടഡ് ഇറ്റ്. ഐ ഡു നോട്ട് വാണ്ടഡ് ഇറ്റ്. ഓപ്ഷൻ സി ഐ ഡിഡ് നോട്ട് വാണ്ടഡ് ഇറ്റ്. ഐ ഡിഡ് നോട്ട് വാണ്ടഡ് ഇറ്റ്. ഓപ്ഷൻ ഡി ഐ ഡസ് നോട്ട് വാണ്ടഡ് ഇറ്റ്. ഐ ഡസ് നോട്ട് വാണ്ടഡ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഐ ഡിഡ് നോട്ട് വാണ്ട് ഇറ്റ്. അപ്പം എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ വരാനുള്ള കാരണം നമുക്ക് നോക്കാം. ഡു, ഡസ്, ഡിഡ്, അത് ഈ മൂന്ന് ഓക്സിലറി വെർബിന് ശേഷം അതിൻ്റെ ബേസ് ഫോമായിട്ടുള്ള V1 മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് ഓർത്ത് വെക്കുക. ഡു, ഡസ്, ഡിഡ് എന്നീ ഓക്സിലറി വെർബായ ഡു, ഡസ്, ഡിഡ് എന്ന വെർബിന് ശേഷം ബേസ് ഫോമായ V1 മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഈ നിയമം പിന്തുടരുമ്പോൾ എന്താണ്? മറ്റേ ബാക്കിയുള്ള ഓപ്ഷനിൽ V1 പകരം V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എ ഒഴികെയുള്ള ബാക്കി സിയും ബിയും എന്താണ്? V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നാലാമത്തെ ഓപ്ഷൻ ഐക്ക് ശേഷം ഡസ് വരുമോ? ഇല്ല. അതെല്ലാവർക്കും അറിയാം, ഐക്ക് ശേഷം ഡസ് വരില്ല. ഐ ഡു ആണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഐക്ക് പകരം ഡു ആണ് ഉപയോഗിക്കുന്നത് ഐക്ക് ശേഷം. അപ്പോൾ ഡസ് വരില്ല എന്നൊരു കോമൺ സെൻസും കൂടി ഉപയോഗിച്ചാൽ നമുക്ക് ആ ഡി ആൻസർ ആദ്യമേ മനസ്സിലാകുക ആ ഒരു തെറ്റാണെന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഓൾഡ് ആർ യു? ദിസ് സെൻറ്റൻസ് ഈസ് ഡാഷ്. അപ്പം ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ സെൻറ്റൻസ് എന്ത് ടൈപ്പ് ആണെന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇമ്പറേറ്റീവ്. ഓപ്ഷൻ ബി ഡിക്ലറേറ്റീവ്. ഓപ്ഷൻ സി ഇൻട്രോഗേറ്റീവ്. ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇൻട്രോഗേറ്റീവ്. അപ്പം എന്താണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? ചോദ്യചിഹ്നത്തിൽ അവസാനിക്കുന്ന വാക്യത്തിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആശ്ചര്യചിഹ്നത്തിലാണ് വാക്യം അവസാനിക്കുന്നതെങ്കിൽ അത്
എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നറിയപ്പെടുന്നു. ഉദാഹരണം പറയുവാണെങ്കിൽ വാട്ട് എ വണ്ടർഫുൾ ഐഡിയ. ഇതെന്താണ്? ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ അവസാനിക്കുന്നതാണ്. ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന വാക്യം രണ്ട് തരമുണ്ട്. ഒന്നെങ്കിൽ സബ്ജക്റ്റിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അതിനെ എന്താണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നും അസേർട്ടീവ് സെൻറ്റൻസ് എന്നും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഷീ ക്യാൻ സ്പീക്ക് 5 ഫോറിൻ ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി. ഇത് വാക്യം തുടങ്ങുന്നത് വെർബിലാണെങ്കിൽ അതറിയപ്പെടുന്നത് ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന പേരിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒബേ യുവർ പേരൻസ്. അതൊക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ റെയിനി ഡേ ഇൻ സമ്മർ ഈസ് എ റിലീഫ്. എ റെയിനി ഡേ ഇൻ സമ്മർ ഈസ് എ റിലീഫ്. അതായത് സമ്മറിൽ റെയിൻ പെയ്യുന്ന ഒരു റിലീഫ്, ആശ്വാസമാണ് എന്നാണ്. ക്വസ്റ്റ്യൻ ഇറ്റ് ഡാഷ് ടു ഓൾ ലിവിങ് തിങ്സ്. അപ്പോൾ അവിടെ സെൻറ്റൻസ് പൂരിപ്പിക്കാനാണ്. ഇറ്റ് ഡാഷ് ടു ഓൾ ലിവിങ് തിങ്സ്. ഓപ്ഷൻ നോക്കാം. ഈസ് ബ്രിങ് റിലീഫ്. ഈസ് ബ്രിങ് റിലീഫ്. ഓപ്ഷൻ ബി ബ്രിങ് റിലീഫ്. ബ്രിങ് റിലീഫ്. ഓപ്ഷൻ സി ബ്രിങ്സ്, ഒരു എസ്സും കൂടെ. റിലീഫ്, ബ്രിങ്സ് റിലീഫ്. ഓപ്ഷൻ ഡി വെയർ ബ്രിങ് റിലീഫ്. ഓപ്ഷൻ ഡി വെയർ ബ്രിങ് റിലീഫ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബ്രിങ്സ് റിലീഫ്. അപ്പം എന്താണ് സി ആൻസർ വരാനുള്ള കാരണം നമുക്കൊന്ന് നോക്കാം. ഇറ്റ് എന്നതാണ് ഇറ്റ് ഒരു സിംഗുലർ പ്രൊനൗണാണ്. ഇറ്റ് എന്ന് പറയുന്ന ഒരു സിംഗുലർ പ്രൊനൗണാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് തുടർന്ന് വരേണ്ടത്? എന്താണ് സിംഗുലർ പ്രൊനൗണിന് ശേഷം നമ്മൾ എന്താണ് സിംഗുലർ വെർബാണ്. സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എസ്സിൽ അവസാനിക്കുന്ന തന്നെയാണ് ഈ സിംഗുലർ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ നാലാമത്തെ ഓപ്ഷനുകളിൽ വെർബ് എസ്സിൽ അവസാനിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ അതെന്താണ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ആദ്യത്തെ ഓപ്ഷനിലാണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന ഈസ് ഉണ്ടെങ്കിലും അതിന് ശേഷം വരുന്ന ബേസ് ഫോം എന്താണ് V1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ആമ, ഈസ്, ആറ്, വാസ്, വേറ് എന്നിവയ്ക്ക് ശേഷം ബേസ് ഫോം ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? അപ്പോൾ പകരം എന്താണ് ING വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈസ് ബ്രിങ്ങിങ് എന്നൊക്കെയാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരാനുള്ള ഒരു കാരണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗോപു സേസ് ഐ ആം നോട്ട് വെൽ ഓൺ റിപ്പോർട്ടിങ് ദിസ് സെൻറ്റൻസ് വി ഗെറ്റ്. അപ്പം ഗോപു എന്ത് പറഞ്ഞു? ഐ ആം നോട്ട്, എനിക്ക് സുഖമില്ല. അപ്പോൾ ഇതൊരു എന്താണ് റിപ്പോർട്ടിങ് സെൻറ്റൻസ് ആണ്. ആക്കണമെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് എന്താണ് കിട്ടുന്നത്? ആ ഒരു സെൻറ്റൻസ് ആയിട്ട് എന്താണ് കിട്ടുന്നതാണ് നോക്കേണ്ടത്. ഓപ്ഷൻ എ Gobu says that he is not well. Option B Gobu says that he was not well. Option C Gobu says that I am not well. Option D Gobu say that I was not well. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഗോബു സേസ് ദാറ്റ് ഹീ ഈസ് നോട്ട് വെൽ. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ എന്താണ് ഇത് ഈ ഒരു ആൻസർ വരാനുള്ള കാരണം നമുക്കൊന്ന് വിശദീകരിക്കാം. സാധാരണ ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന സ്പീച്ച് പാർട്ടില്ലേ, അതായത് ഇൻവേർട്ട് കോമയ്ക്കകത്തുള്ള ഒരു വാക്യം, അതിൻ്റെ ടെൻസിൽ മാറ്റം വരുത്തിയിട്ടാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ആമോ പ്രസൻറ്റ് ടെൻസ് ആയതിനാണ് അവിടെ പാസ്റ്റ് ടെൻസ് വാസിലേക്ക് മാറ്റി ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് എന്താണ് സേസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ സെഡിൽ വരണം. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് കൊടുത്തിട്ടുള്ളത് പ്രസൻറ്റ് ടെൻസിലാണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി, പ്രസൻറ്റ് ടെൻസ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ വന്നാൽ സ്പീച്ച് പാർട്ടിൻ്റെ ടെൻസ് മാറ്റേണ്ടതില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ വന്നാൽ സ്പീച്ച് പാർട്ടിൻ്റെ ടെൻസ് മാറ്റേണ്ടതില്ല. ടെൻസ് മാറ്റിയതിനാൽ രണ്ടാമത്തെയും നാലാമത്തെ ഓപ്ഷനുകളെ നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല ഗോപു സേ എന്ന് പറയുമോ? ഇല്ല. ഗോപു ഒരാളായതിനാൽ എന്താണ് ഗോപു സേസ് എന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനിൽ ടെൻസ് മാറ്റിയിട്ടില്ലെങ്കിലും ദാറ്റിന് ശേഷം ഐ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് അത് തെറ്റിയത്. പിന്നെ ഗോപു പറയുന്നത് അവന് സുഖമില്ലെന്നാണ്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഐ എന്ന് എന്താണ് ഹി എന്നാക്കി മാറ്റണമായിരുന്നു.
ആറാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ഓഡ് വൺ? ഓപ്ഷൻ എ ജാക്ക്, ഓപ്ഷൻ ബി ജെന്നി, ഓപ്ഷൻ സി ലയൺ, ഓപ്ഷൻ ഡി ഫോക്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജെന്നി. എന്താണ് ഓപ്ഷൻ ബി ജെന്നി ആൻസർ വരാൻ കാരണം? ഇതിൽ ജാക്ക്, ലയണ്, ഫോക്സ് എന്നിവ പുരുഷവർഗത്തിൽ പെട്ടവയാണ്. ജെന്നി എന്നത് എന്താണ്? സ്ത്രീവർഗത്തിലാണ്. അതുകൊണ്ടാണ് ആൻസർ ജെന്നി ആകാനുള്ള ഒരു കാരണം. അപ്പോൾ ഇത് മൊത്തം 14 ക്വസ്റ്റ്യനാണ് ഞാൻ ഒരുമിച്ച് ഇടാമെന്ന് നിങ്ങൾ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല തൊണ്ടവേദനയും തലവേദനയായിട്ട് ഇടാനായിട്ട് സാധിക്കുന്നില്ല. സൗണ്ട് അതാണ് മാറി മാറി പോകുന്നത്. അപ്പം നാളെ ബാക്കി 7ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക.